മുണ്ടൂർ കൃഷിഭവൻ റോഡിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള കപ്പേളയുടെ ആശീർവാദം നടന്നു. മുണ്ടൂർ ഇടവക ദേവാലയത്തിൽ നിന്നും കപ്പേളയിൽ സ്ഥാപിക്കുന്ന വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പട്ടുകുടകളുടെയും ബാൻഡ് വാദ്യത്തിന്റെയും അകമ്പടിയിൽ പ്രദക്ഷിണമായി കപ്പേളയിലേക്ക് ആനയിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ രൂപം പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിലാണ് പ്രദക്ഷിണത്തോടൊപ്പം നീങ്ങിയത്. ഇടവകജനം പട്ടുകുടകളേന്തി ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൽ അണിനിരന്നു. തുടർന്ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കപ്പേളയുടെ ആശീർവാദം നിർവഹിച്ചു. വിശുദ്ധിയോടുകൂടി അങ്ങേക്ക് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പത്രോസാകുന്ന പാറമേൽ അങ്ങ് പണിതുയർത്തിയിരിക്കുന്ന തിരുസഭ അങ്ങയുടെ ആശ്രിതർക്ക് അഭയം നൽകുന്ന സ്വർഗീയ തുറമുഖമായി തീരട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കപ്പേള ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നുകൂടുന്നവരെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഈ കപ്പേളയുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലി അർപ്പണത്തിൽ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ബാബു അപ്പാടൻ, സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, മുൻ വികാരി ഫാദർ ഡേവിസ് പനംകുളം, ഫാദർ ബാബു പണങ്ങാടൻ, ഫാദർ ആന്റണി ചിറമ്മേൽ, ഫാദർ ജോയ് ഫ്രാൻസിസ് എടക്കളത്തൂർ, മുണ്ടൂർ ഇടവകയിലെ അംഗങ്ങളായ മുതിർന്ന വൈദികർ എന്നിവർ സഹകാർമ്മികരായി പങ്കെടുത്തു. അച്ഛൻ ജനിച്ചു വളർന്ന ഈ മണ്ണില് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. വാസ്തവത്തിൽ നമ്മുടെ ദൈവാനുഭവത്തിൻ്റെയൊക്കെ ആരംഭം നമ്മുടെ കുടുംബങ്ങളിലാണ്. അച്ഛൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം, സഹോദരങ്ങളെ ഓർക്കാം. അച്ഛൻ്റെ പള്ളിയിലിട്ട പേര് എന്ന് നമ്മൾ പറയുന്ന നാമഹേതുക വിശുദ്ധനായിട്ട് അച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് അസീസി പുണ്യവാനാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാന്റെ തിരുനാൾ ദിനത്തിൽ തന്നെ അച്ഛൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. ഈ കപ്പേള ഇന്ന് വെഞ്ചരിക്കപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ദൈവപരിപാലനയാണ്. അച്ഛൻ്റെ ആ നല്ല മനസ്സിനെ നമുക്ക് സഭയെന്ന നിലയിൽ കൃതജ്ഞതയോടുകൂടെ ഓർക്കാം. ഇടവക ജനത്തിനാണ്, ഈ ഇടവക കൂട്ടായ്മയ്ക്കാണ് അച്ഛൻ ഈ കപ്പേളയും ഈ സ്ഥലവുമൊക്കെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഇടവക ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ കുടുംബം അതിലേറെ സന്തോഷത്തോടുകൂടെ ഈ കപ്പേളയിലെ ദൈവസാന്നിധ്യത്തെ ഏറ്റെടുക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ വികാരി ഫാദർ ബാബു അപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ക്രിസ്തുവിനെ അനുഭവപ്പെട്ട 5 പഞ്ചശതങ്ങൾ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നാമമാണ് പ്രിയമുള്ള ജോയിച്ചൻ ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ആ ജോയിച്ചൻ്റെ ശരീരാവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണവും ആലസ്യവും ബുദ്ധിമുട്ടും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനിവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ബിനോയ് പറഞ്ഞു, അച്ഛൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്, അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സങ്കടമായി. പക്ഷെ പിന്നീട് അച്ഛൻ അത്ഭുതകരമായി, ഞാൻ വിശ്വസിക്കുന്നു അത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വലിയൊരു അത്ഭുത ശക്തിയുടെ അടയാളമാണിത്. അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ എത്തില്ല. ഇന്ന് അച്ഛൻ ഇവിടെ കഷ്ടപ്പെട്ട് കപ്പേള വെഞ്ചിരിപ്പിന് വന്നു. തുടർന്ന് വളരെ ചുറുചുറുക്കോടെ അച്ഛൻ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന ഇതാണ്, മേ യു ഹാവ്
എ സെഞ്ചുറി വിതൗട്ട് ഇഞ്ചുറി അറ്റ് ഓൾ. ഒരു മുറിപ്പാടില്ലാതെ ഗോൾഡൻ ആഘോഷിക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. എൻ്റെ പേരിൻ്റെ ആദ്യവും ഫ്രാൻസിസ് എന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നമുക്കറിയാം മുണ്ടൂരിലെ പിന്നെ ഭക്തസംഘടനകൾ പ്രത്യേകിച്ച് 17 സംഘടനകളാണ്. അപ്പോൾ വിവിധ ഇടവകളിലും വിവിധ പരിപാടികളിലും ഒക്കെ പങ്കെടുക്കാൻ അവസരമുണ്ടെങ്കിൽ പോലും ആ കൂട്ടായ്മയെ നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ അച്ഛൻ സൂചിപ്പിച്ച പോലെ ഇടവകയുടെ ആ കൂട്ടായ്മയെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. തന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ 56ാം വാർഷികത്തോടനുബന്ധിച്ച് സെയിന്റ് ഫ്രാൻസിസ് അസീസി കപ്പേളയ്ക്ക് സ്ഥലം വിട്ടു നൽകുകയും നിർമ്മിച്ചു നൽകുകയും ചെയ്ത ഫാദർ ജോയ് ഫ്രാൻസിസ് എടക്കളത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത്ര വലുതായിട്ടുള്ളൊരു ജനാവലി. അച്ഛൻ്റെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇതിൽ ഭാഗഭാക്കായതിന് പ്രത്യേകം നന്ദി പ്രദർശിപ്പിക്കുകയാണ്. പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, വാർഡ് അംഗം CO ഔസേപ്പ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, മുൻ വികാരി ഫാദർ ഡേവിസ് പനംകുളം, സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ആന്റണി ചിറമ്മൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഫാദർ ജോയ് ഫ്രാൻസിസിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച ഫാദർ ബാബു പാണേങ്ങാടൻ ജോയ് അച്ഛനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കപ്പേളയുടെ നിർമ്മാണം മനോഹരമായി പൂർത്തീകരിച്ച കോൺട്രാക്ടർ ജോർജിനെ സേവ്യർ ചിറ്റിലപ്പള്ളി MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇടവക വികാരി ഫാദർ ബാബു അപ്പാടൻ ഗോൾഡ് കോയിനും സമ്മാനിച്ചു. ജനറൽ കൺവീനർ സൈമൺ ചിറമൽ സ്വാഗതവും ഇടവക ട്രസ്റ്റി ജെയ്സൺ ജോൺ നന്ദിയും പറഞ്ഞു. തുടർന്ന് സമീപവാസികളായ നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഉൾപ്പെടുത്തി സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ബാബു അപ്പാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഇടവക ട്രസ്റ്റി ജെയ്സൺ ജോൺ, ജനറൽ കൺവീനർ സൈമൺ ചിറമൽ, കപ്പേള ഉൾക്കൊള്ളുന്ന മേഖലയിലെ കുടുംബ യൂണിറ്റ് ഭാരവാഹികളായ ഇൻഫന്റ് ജീസസ് യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് ആലപ്പാട്ട്, ക്രൈസ്റ്റ് ദ കിങ് യൂണിറ്റ് പ്രസിഡന്റ് CL ലോനപ്പൻ, സെയിന്റ് അഗസ്റ്റിൻ യൂണിറ്റ് പ്രസിഡന്റ് പിൻസി പ്രിൻസ്, സെയിന്റ് അൽഫോൺസ യൂണിറ്റ് സെക്രട്ടറി ഫ്രാൻസിസ് VJ, ഫാദർ ജോയ് ഫ്രാൻസിസ് എടക്കളത്തൂരിന്റെ കുടുംബമായ തെങ്ങിൽ എടക്കളത്തൂർ കുടുംബാംഗങ്ങളുടെ പ്രതിനിധിയായി തൃശൂർ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ബിനോയ് എന്നിവരാണ് തിരുക്കർമ്മങ്ങൾക്കും ആഘോഷ പരിപാടികൾക്കും നേതൃത്വം നൽകിയത്.